ഹായ് ഫ്രണ്ട്സ്, എന്നും ജോലിക്ക് പോണേക്കാൾ മുമ്പുള്ള കാര്യങ്ങളല്ലേ കാണാറ്. ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ വേഗം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോഴേ വീട്ടിൽ കയറിയപ്പോൾ അമ്മ തന്നയച്ചതാ കൊള്ളി നുറുക്കിയത്, പഴം, കറി, മാങ്ങ. അങ്ങനെ അമ്മ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നയച്ചു. എന്താണെന്ന് വെച്ചാൽ അനിയൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ കടയല്ലേ, അപ്പോൾ ചേട്ടൻ കൊള്ളി, പിന്നെ മാങ്ങ, പിന്നെ പഴം അങ്ങനത്തെയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കൊള്ളിയൊക്കെ നുറുക്കിയിട്ട് എനിക്ക് തന്നയച്ചു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴേ ചോറ് കുറവായിരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം തന്നെ വെച്ച് കൊടുത്തോളാം, ഭാവിച്ചിക്ക് മണിക്കുട്ടന് നല്ല ഇഷ്ടമാണ് കൊള്ളി. അപ്പോൾ ഞാൻ വേഗം അത് കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ വേഗം ഒരു അടുപ്പത്ത് കട്ടൻ ചായയും വെച്ചു. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഒക്കെ ആയി വരുമ്പോഴേക്കും ഞാൻ വേഗം പോയി അകൊക്കെ അടിച്ചു വാരിയിട്ടു. അപ്പോൾ ഭാവിച്ച് മണിക്കുട്ടനും ഇല്ല, രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുകയാണ്. പിന്നെ വിജയശേട്ടനും വന്നിട്ടില്ല. അപ്പോൾ എന്നും വന്നു കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കാറുണ്ട് വിജയശേട്ടൻ. അപ്പോൾ ഏതാണ്ട് ഒരു 7 മണി 7:15 ആകുമ്പോഴേക്കും വരാറുണ്ട്. അപ്പോൾ അമ്മ ചിക്കൻ കറി മീൻ കറിയൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ ചിക്കനും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പറയാറുണ്ട് ജോലി കഴിഞ്ഞിട്ട് അതിലേ വന്നോളോ, അപ്പോൾ നന്നായിക്കാന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എന്നെ വിളിച്ചു വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നപ്പോൾ അമ്മ അങ്ങനെ എനിക്ക് ചിക്കൻ കറി മീൻ കറിയൊക്കെ പാത്രത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന വശം ചൂടാക്കിക്കോളൂ, അല്ലെങ്കിൽ അവർ കഴിക്കാറാകുമ്പോഴേക്കും കേടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം ഞാൻ കാലത്തത്തെ കായപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വേഗം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ എയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കൊള്ളിയൊക്കെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നല്ല അടിപൊളി കൊള്ളിയായിരുന്നു. നന്നായി ഉടച്ച് ഞാൻ എടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അതിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ചോറിൻ്റെ കൂടെ മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ കൊള്ളിയൊക്കെ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇക്കൂനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ ഞാൻ 10 ദിവസം ചിക്കനും മീനൊന്നും കഴിക്കണില്ല, വൃശ്ചിക മാസമല്ലേ, അപ്പോൾ 10 ദിവസം നോൻപ് നോൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അടുക്കളയിലെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് വന്നപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ചോറ് കൊണ്ടുപോയ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വിജയശേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വിജയശേട്ടനോട് ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ വാവച്ചിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മണിക്കൂട്ടന് പിന്നെ അവിടെ അടുത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ അവൻ വന്നോളും. അപ്പോൾ വേഗം വിജയശേട്ടൻ വാവച്ചീനെ കൊണ്ടുവരാനായിട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ അങ്ങനെ എൻ്റെ അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി സിങ്കും തിണ്ടൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഞാൻ അവിടെ പോയിരുന്നു. ഇനി മക്കൾ വന്ന ഭക്ഷണം കഴിക്കണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.